റെഡ് റോസ് ഇത് റോബർട്ട് ബേൺസ് ആണ്. ഇത് റോബർട്ട് ബേൺസിന്റെ ഫ്ലോമാൻ പോയിട്ട് എന്നാ പറയുന്നത്. ഫോക്കസിൽ നോക്കണം കേട്ടോ. പിന്നെ ഇതൊരു ലിറിക്കൽ പോയമ. ലിറിക്കൽ പോയമ വെച്ചാൽ സോങ് ദാറ്റ് എക്സ്പ്രസ് സബ്ജക്റ്റീവ് പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ. അതായത് സബ്ജക്റ്റീവ് ഇരിക്കും, ഓരോരിക്കും ഇത് പാടുമ്പോൾ ഇത് വായിക്കുമ്പോൾ തോന്നാം. പിന്നെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, പോയിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ് പോയിട്ട് പറഞ്ഞത്. പിന്നെ അതെല്ലാം ഇങ്ങനെ നോക്കാം, ഫോക്കസും ഇൻട്രൊഡക്ഷനും ഇങ്ങനെ നോക്കണം. 16 ലൈനാണ് ഉള്ളത്, അതിൽ നോക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടം. ഇത് വെച്ചാൽ ഓ മൈ ലവ് ലൈക്ക് റെഡ് റോസ്. നീ എന്താണ് റെഡ് റോസ് പോലത്തെ എൻ്റെ ലവ്, അതായത് ദാറ്റ് ന്യൂലി സ്പ്രിങ്ങിന് ജൂണിൽ വിരിയുന്നത്. നീ എന്താണെന്നൊരു മെലഡിനെ പോലെയാണ്, ലവ്സ് ലൈക്ക് എ മെലഡി. അതായത് അത് പ്ലേഡ് ട്യൂൺ, നല്ല സ്വീറ്റായ എന്താ പറയുക ട്യൂണ്. മെലഡി എന്ന് പറയുമ്പോൾ ശബ്ദം പോലെ നല്ല സ്വീറ്റായ ട്യൂണ്. അത് ആസ് അത് നീ എന്തൊരു ഫെയർ ആണ്, നീ എന്തൊരു ഭയങ്കര പ്രെറ്റിയാണ്, ഞാൻ നിന്നോട് ഞാൻ ഭയങ്കര നിന്നോട് ഇഷ്ടമുണ്ട്. അതായത് ടിൽ സീങ്സ് ഗാങ് ഡ്രൈ, അതായത് കടൽ വെട്ടുന്ന വരെ ഞാൻ എനിക്ക് ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കടൽ ഒരിക്കലും വെട്ടുകയല്ല, സീ സർപ്പിങ് വെട്ടോ അല്ല, ഡ്രൈ ആവോ ഇല്ല. അപ്പോൾ അതെന്താ അത്രയ്ക്ക് എന്നോട് അൺകണ്ടീഷണൽ ആവാം. ആൻഡ് റോക്സ് മെൽറ്റ് വിത്ത് സൺ, കല്ല് സണ്ണിൽ ഉരുകുന്നുണ്ട്. കല്ലൊരിക്കലും സണ്ണിൽ ഉരുകൂല. അപ്പോൾ എന്താ അത്രയ്ക്കും അതായത് ഇങ്ങനെ കാണിക്കുന്നത്. കാരണം എനിക്ക് എന്നോട് ഇഷ്ടപ്പെടുകയേ ചെയ്യില്ല, കാരണം ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ആ കാര്യങ്ങൾ. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ എവിടെ പോയാലും, നീ 10,000 മൈൽ എവിടെ പോയാലും ഞാൻ എന്താ തിരിച്ച് വരും, മൈ ലവ്. ഞാൻ അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ പറയാം. ചെറിയ പോയമാണ്, 4 സ്റ്റാൻസയിൽ ഉണ്ടെന്ന ഒരു ലിറിക്കൽ പോയമാണ്. കുറേ റീമിക്സ് സ്കീം എ ബി. പിന്നെന്താണ് ഇതിലെ പോയറ്റിക് ഡിവൈസ് പറയണമെങ്കിൽ ഇതെന്താണ് സിമിലി ഉണ്ട്. അത് ലൈക്ക് വരുന്ന എല്ലോ സിമിലി, ലൈക്ക് റെഡ് റോസ് അത് സിമിലി, ലൈക്ക് ഇത് ലെമഡി അത് മെലഡി അത് ഇതാണ് സിമിലിയാണ്. പിന്നെ അല്ലിട്രേഷൻ, ഇതെല്ലാം വേണമെങ്കിൽ 4 മാർക്കിന് ചോദിക്കട്ടെ. 4 മാർക്കിന് ചോദിച്ചതിന് അല്ലിട്രേഷൻ ആണ് റെഡ് റോസ്, പക്ഷേ 3 ശബ്ദം വരുന്നത് അല്ലിട്രേഷൻ വന്ന് സിമിലി വന്ന്. പിന്നെ മെറ്റഫർ ആയിട്ടുണ്ടോ ആസ് ഫെയർ ആർട്ട്, അത് മെറ്റഫർ ഉറപ്പില്ല തോന്നുന്നു. പിന്നെ റിഫ്രൈൻ പറയുമ്പോൾ റിപ്പീറ്റേഴ്സ് വരുന്നത് ടിൽ സാങ്സ് ഗാങ് ഡ്രൈ. പിന്നെ അധികം ചോദിക്കുന്ന ചോദ്യമാണ്, അധികം കഴിഞ്ഞ എക്സാമിന് ഇപ്പോൾ ടിൽ സാങ്സ് ഗാങ് ഡ്രൈ ആ വരി തന്നിട്ട് ഇത് ഏതാണ് പോയറ്റിക് ഡിവൈസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൽ ഹൈപ്പർബിൾ ഏതാണെന്ന് ചോദിക്കാം. ഹൈപ്പർബിൾ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സാഗ്രേഷൻ ആയിട്ട് പറഞ്ഞത്, അത് ഭയങ്കര ഒരു സംഭവം പോലെ പറഞ്ഞത്. അതിനാണ് ഹൈപ്പർബിൾ, ഭയങ്കര ഹൈപ്പാക്കിട്ട് പറഞ്ഞ സംഭവം അതാണ്. ബട്ട് ടിൽ സാങ്സ് ഗായ് റോക്സ് മെൽറ്റ് വിത്ത് സൺ, ഇതെല്ലാം എന്താണ് ഹൈപ്പർബിൾ ആണ്. ഇപ്പോൾ ഇതിൽ ഇത്രയും പറയുന്നില്ല. ചുരുക്കി ആദ്യം റോബർട്ട് ബേൺസിനെ ചുരുക്കി ഭയങ്കര അൺകണ്ടീഷണൽ ആവും, അതും ഇതുപോലെയാണ് ഇതിൽ പറയുന്നത്.